എടാ ഇവിടെ ഇപ്പം ഞാനും അമ്മയും ഹേമയും മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും പോയി. സഹോദരിമാരൊക്കെ റിസപ്ഷൻ കഴിഞ്ഞ് അതുവഴി തന്നെ അങ്ങ് പോയി. അവരൊക്കെ ഒരാഴ്ചയോളം ഇവിടെ ഉണ്ടായിരുന്നല്ല. പിന്നെ ഞാൻ 2 ആഴ്ചത്തേക്ക് ലീവ് എടുത്ത്. അയ്യോ, എൻ്റെ അടുത്ത് സംസാരിച്ച് സമയം പോയത് അറിഞ്ഞില്ലല്ലേ. അവളിപ്പോൾ കുളിച്ച് സാരിയെ കൊടുത്ത് സുന്ദരിയായിട്ട് വന്നിരിക്കുകയായിരിക്കും. ഞാനായിട്ട് അവളെ വെയിറ്റ് ചെയ്യിപ്പിക്കുന്നത് ശരിയാണോ? അല്ലല്ലോ. എൻ്റെ അമ്മ വച്ചിട്ട് പോയേ. പിന്നെ ഒരു കാര്യം, രാത്രി കിടന്ന് വിളിക്കാൻ നിൽക്കണ്ട, എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കും കേട്ടാ. നിങ്ങളെ കുളി ഇതുവരെ കഴിഞ്ഞില്ലേ? അയ്യോ, ഉറങ്ങിയോ? അപ്പൊ ഫസ്റ്റ് നൈറ്റ് ഒന്നും ഇല്ലേ? ഹേമ 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 ഞാൻ കടന്നു, അപ്പൊ ഉറങ്ങിപ്പോയി. എന്റെ ഫോൺ വിളിയൊക്കെ കഴിഞ്ഞോ? കഴിഞ്ഞില്ല, തൽക്കാലത്തേക്കൊന്നും നിർത്തി. ചേച്ചി എന്താ പറയാഞ്ഞേ? അല്ല, അവരൊക്കെ പോയി. ഒരാഴ്ച കൊണ്ട് ഇവിടെ ഉള്ളതല്ലേ, പിന്നെ നമ്മളൊന്ന് ഫ്രീ ആക്കാന്ന് വിചാരിച്ചാണ്. ഞാൻ ഉറങ്ങിപ്പോയത് ഏട്ടന് ദേഷ്യമായോ? ഏയ്, ഒരു കണക്കിന് ഒന്ന് ഉറങ്ങിയത് നന്നായി. ഇനി അങ്ങോട്ട് ഉറക്കമൊഴിക്കേണ്ടതല്ലേ. അയ്യോ സന്ദീപേട്ട, എന്നെ ഒന്ന് ഒഴിവാക്കി തരുമോ? അല്ല, ഇന്നൊന്ന് ഒഴിവാക്കി തരുമോ? എനിക്ക് ഉറക്കം വന്നിട്ട് വയ്യ. കുറേ ദിവസമായല്ലേ ഉറങ്ങിയിട്ട്. ഡാൻസ് പ്രാക്ടീസും ബ്രൈഡൽ ഫോട്ടോഷൂട്ടും മഞ്ഞൾ കല്യാണം എന്നൊക്കെ പറഞ്ഞു ഭയങ്കര ടയേർഡായി പോയി. ഉറങ്ങട്ടെ? ഓക്കെ, എന്നാ ഹേമ കിടന്നോ? ദേഷ്യമില്ലല്ലോ? ഇല്ല, റെസ്റ്റ് എടുത്തോ. തോന്നുന്നു അങ്ങോട്ട് വെക്കാം. ഓ, കൊത്തുന്ന ഉറങ്ങട്ടെ. പിന്നെ ലൈറ്റ് ഓഫ് ചെയ്യണ്ട കേട്ടോ, എനിക്ക് പേടിയാ. ഏട്ടന് ദേഷ്യമില്ലല്ലോ അല്ലേ? ഇല്ല. ശരി, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഉറങ്ങിക്കോ. ഹലോ. ഹലോ. അമ്മ പറയണം. മോനെ കിടന്നായിരുന്നോ? ഇല്ല. എല്ലാരും പോയോ? ഞാനും അമ്മയും ഹേമയും മാത്രമേ ഉള്ളൂ ഇപ്പൊ അവിടെ. ഹേമ ഉറങ്ങിയോ മോനെ? കിടന്നായിരുന്നു ഇപ്പൊ. ഉറങ്ങിയെങ്കിൽ പിന്നെ വിളിക്കണ്ട കേട്ടോ മോനെ, അവളെ ആകെ ടയേർഡാ. പിന്നെ എല്ലാ ദിവസവും അവളങ്ങ് 8:30 അങ്ങ് കിടക്കും. അതാ അവളുടെ ഒരു ശീലം. പിന്നെ അവളെ ഡിസ്റ്റർബ് ചെയ്യരുതാരും. അങ്ങനെയാ. ആളൊരു പാവാ മോനെ, ഇത്തിരി പിടിവാശിയൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ. പിന്നെ മോനെ, റൂമിലെ ലൈറ്റ് ഓഫ് ചെയ്യണ്ട കേട്ടോ ഉറങ്ങുമ്പോഴേ. അവക്കങ്ങ് ഭയങ്കര പേടിയാ. പോ മോനെ, മനസ്സിലാവും. അമ്മ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അത് ശ്രദ്ധിക്കാം അമ്മ. ശരി മോനെ, എന്നാ പിന്നെ കിടന്നോ. ഓ ശരി. ഗുഡ് നൈറ്റ്. എന്തോന്ന് ഗുഡ് നൈറ്റ്? ജീവിതത്തിൽ നല്ലൊരു ദിവസം കിട്ടിയിട്ട് ഗുഡ് നൈറ്റ് ആണ്. ഇത് ബാഡ് നൈറ്റ് ആണ്. പിടിച്ച് കിടക്കണം. എന്ത് സന്ദീപേട്ട? പാല് വേണോ? എനിക്ക് ഇഷ്ടമല്ല. എന്നാ കിടന്നോ.
എഴുന്നേറ്റാ? ആ അമ്മ കൊറേ നേരത്തെ എഴുന്നേറ്റോ? ഞാൻ രാവിലെ എഴുന്നേക്കും മോളെ. സന്ദീപിന്റെ അച്ഛനുള്ളപ്പോഴേ 5 മണിക്ക് എഴുന്നേക്കുന്നേ, അതങ്ങ് ശീലമായി. ഞങ്ങളുടെ അവിടെ ഒരു 8:30 ആവും എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് വരുമ്പോ. ഇല്ലെങ്കിൽ നേരത്തെ എഴുന്നേറ്റല്ലേ ഭയങ്കരമായിട്ട് തലവേദന എടുക്കും. എന്നാ മോള് പോയി കിടന്നോ? വേണ്ട വേണ്ട പൊട്ട. നേരെ വെച്ചതാ. എന്നാ മോള് പോയി കിടന്നോ? വേണ്ട, ഇതിപ്പോ എന്തായാലും എണീറ്റ് പോയില്ലേ, ഇനി കുറച്ച്. എന്നാ ഒരു കാര്യം ചെയ്യ്, മോള് പോയി കുളിച്ചിട്ട് വാ, അമ്മ ചായ തരാം. ഞാൻ ഇപ്പൊ കുളിക്കാറില്ല, ഒരു 3 മണിക്കൊക്കെ ശേഷമേ കുളിക്കാറുള്ളൂ. എന്നാ പോയി മോള് പോയി ബ്രഷ് ചെയ്തിട്ട് വാ, അമ്മ ചൂട് ചായ തരാം. ചായ എനിക്ക് വേണ്ട അമ്മ, ഞാൻ ചായ കുടിക്കാറില്ല. 1 ഗ്ലാസ് ചായ കുടിക്കും മോളെ, അപ്പൊ ഈ ക്ഷീണമൊക്കെ മാറും. വേണ്ട അമ്മ. അമ്മ സ്നേഹത്തോടെ തരുന്നില്ലയോ, 1 ഗ്ലാസ് ചായ കുടി. അമ്മ എനിക്കിങ്ങനെ വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിർബന്ധിക്കുന്ന ഇഷ്ടല്ല. വേണ്ടായിട്ടാ. എടാ അളിയ, നീ ഇന്നലെ രാത്രിയുടെ കാര്യം ചോദിക്കാതെ ഇന്നത്തെ കാര്യം ചോദിക്കരുത്. ആ എടാ, ഞാൻ നിന്നെ അങ്ങോട്ട് വിളിക്കാം, ഒരു കോൾ വരുന്നത്. ആ ആ ഹലോ. ഗുഡ് മോർണിംഗ് അമ്മ. ആ ഗുഡ് മോർണിംഗ് മോനെ, രാവിലെ എഴുന്നേറ്റോ? ആ, ഇവിടെ എല്ലാവരും രാവിലെ എണീക്കും അമ്മ. ആ പിന്നെ മോനെ, ഞാനൊരു കാര്യം പറയാൻ വിളിച്ചതാണേ. എന്തു പറ്റി അമ്മ? മോൻ്റെ അമ്മയോട് പറയണേ, അവൾക്ക് ചായ ഒന്നും അത്ര ഇഷ്ടമല്ല അന്ന്. ആ, അത് ശ്രദ്ധിച്ചോളാം അമ്മ. ആ ശരി. പിന്നെ ഒരു കാര്യം കൂടെ മോനെ, അവളെ ഒന്നിനും അങ്ങനെ നിർബന്ധിക്കേണ്ട കേട്ടോ. അതെന്താ വെച്ചാൽ അവൾക്ക് അതൊന്നും ഇഷ്ടമല്ല. പിന്നെ മോ അറിയാൻ വേണ്ടി അമ്മ ഒന്ന് പറയുന്നതാണേ. പിന്നെ ഈ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് അടുക്കളയിൽ കയറുക, അങ്ങനെ ഉള്ള ഒരു പരമ്പരാഗത രീതി ഒന്നും അവൾക്ക് അത്ര ഇഷ്ടമല്ല. അത് പിന്നെ ഇപ്പത്തെ പെൺപിള്ളേർ അങ്ങനെയാണല്ലോ, മോനറിയാലോ. അല്ലമ്മ, അന്ന് ഫോൺ വിളിച്ചപ്പം ഇതൊന്നും പറഞ്ഞില്ലായിരുന്നു. അത് പിന്നെ അന്ന് പിന്നെ അമ്മ അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ മോനെ. പിന്നെ ജീവിതമൊക്കെ അല്ലേ, പോവെ മോനെല്ലാം മനസ്സിലാവും. ഇത്തിരി കുറുമ്പൊട്ടന്നേ ഉള്ളൂ, പാവാന്നു. കട്ടായി പോയല്ലോ. ഉറുമ്പ് ചുരുക്കം പറഞ്ഞ ഒന്നിനും അറിഞ്ഞൂടാ. ഹലോ. ഹലോ, എന്തു പറ്റി മോനെ കട്ടായി പോയത് പെട്ടെന്ന്? ആ, അത് മൊബൈൽ ഒന്ന് താഴെ വീണമ്മ. ആ, ഫോൺ വല്ലതും പറ്റിയോ മോനെ? ഇല്ല, ഒന്നും പറ്റിയില്ല. ആ, പിന്നെ എന്തോ ഹണിമൂൺ ട്രിപ്പ് എന്തോ പ്ലാൻ ചെയ്യണ കാര്യം അവള് പറഞ്ഞിരുന്നേ, അതെന്തായി? അത് ഒന്നും തീരുമാനിച്ചില്ലമ്മ. ഞാനേ അങ്ങോട്ട് വിളിക്കാമേ, എനിക്കൊരു കോൾ വരുന്നു. ആ ആ ശരി, പറയണേ മോനെ വിളിച്ച്. ആ ശരി ശരി. പിന്നെ ഈ ഹണിമൂണിന് കൊണ്ടുപോകാതെ കുറവേ ഉള്ളൂ. തണുപ്പ് പറ്റൂല, കഥ പടച്ചൂടാ, ലൈറ്റ് ഇട്ടൂടാ. എന്തോന്ന് മോനെ നീ ഒറ്റയ്ക്ക് സംസാരിക്കുന്നേ? ഇനിയിപ്പോൾ അങ്ങോട്ട് ഈ ഒറ്റയ്ക്ക് ഇരുന്ന് സംസാരിക്കണൊക്കെ അധികമാകും. അമ്മ ഇന്ന് രാവിലെ അവളെ ചായ കുടിക്കാൻ നിർബന്ധിച്ച. അയ്യോ, മോള് വന്ന് പരാതി വല്ലതും പറഞ്ഞു? പരാതി അവളൊന്നും അല്ല പറഞ്ഞത്, കേന്ദ്രത്തിൽ നിന്നാണ്. കേന്ദ്രത്തിൽ നിന്നോ? എനിക്കൊന്നും മനസ്സിലാവണല്ലോ അമ്മ, ഇവിടെ എന്തോന്നാണ് സംഭവിക്കണേ. എന്റെ ദൈവമേ, പ്രശ്നമായോ? രാവിലെ തന്നെ എന്താണ് മൊബൈലൊക്കെ നോക്കി? അതെ, ഇന്നലത്തെ ഫോട്ടോസേ ഫ്രണ്ട്സ് ഇങ്ങനെ അയച്ചു തന്നത്, അപ്പൊ ഞാൻ നോക്കിയായിരുന്നു. നോക്കിയേ, നല്ല രസമുണ്ടല്ലേ? ഇത് കൊള്ളാം, ഇത് പോസ്റ്റ് ചെയ്താലോ? ഈ കുട്ടിയുടെ ഹസ്ബൻഡ് അല്ലേ ഡെന്റൽ ഡോക്ടർ എന്ന് പറഞ്ഞ? ആ, സന്ദീപേട്ടന് നല്ല ഓർമ്മയാണല്ലോ. എന്ത് പറ്റി, കാണിക്കണോ? അല്ല, അമ്മയ്ക്കൊന്ന് പല്ല് കാണിക്കണമെന്ന് പറയുന്നതായിട്ട്. അതിനെന്താ, ഞാൻ കൊണ്ടുപോകാലോ, ഇവിടെ പോണ്ടേന്ന് പറഞ്ഞാൽ മതി. സന്ദീപേട്ടാ, ഒരു കാര്യം ചോദിക്കട്ടെ? ചോദിച്ച സത്യം പറയോ? ചോദിക്ക്.
ഞാൻ ഇന്നലെ നേരത്തെ കിടന്നുറങ്ങിയത് സന്ദീപേട്ടന് വിഷമായ. കാരണം ഇത് അറിഞ്ഞപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നെ പറയാത്തതില്ല. അത്രയ്ക്ക് ചീത്ത പറഞ്ഞു. വിഷമം തോന്നിയെന്ന് വെച്ചാൽ വിഷമമൊക്കെ തോന്നി. പിന്നെ കുഴപ്പമില്ല, ഇനിയിപ്പോൾ അങ്ങോട്ടും രാത്രികളുണ്ടല്ലോ, ഒപ്പം ഉണ്ടായിരിക്കുമല്ലോ. സന്ദീപേട്ട സോറി. അത് കുഴപ്പമില്ല, ഇപ്പൊ ഓക്കെ. ഞാൻ സന്ദീപേട്ടാന്ന് വിളിക്കണം, സന്ദീപ് വിളിച്ചാൽ കുഴപ്പമുണ്ടോ? തനിക്ക് എന്ത് വേണോ വിളിക്കാം, തൻ്റെ ഇഷ്ടം. മറ്റേ എന്തോ ഒരു പോലെ. പിന്നെ പെട്ടെന്ന് കുളിച്ച് റെഡിയാക്കിയ നമുക്കിവിടെ അടുത്തുള്ള ഒരു അമ്പലം വരെ പോണം. താമസിക്കല്ലേ? ഒരു ചായ എടുത്തേ. നിനക്ക് നേരത്തെ ചായ കൊണ്ടുവന്നപ്പോ കുടിക്കാതെ പോയതല്ലായിരുന്നു? ആ സമയത്ത് കുടിക്കാൻ ഒരു മൂഡില്ലായിരുന്നു, ഇപ്പൊ ഒരു മൂടുണ്ട്. ശരി, തരാം. മോനെ, മോള് വിളിച്ചിരുന്ന് നിങ്ങൾ ഇന്ന് അങ്ങോട്ട് ചെല്ലുമെന്ന് ചോദിച്ചു. അല്ല, ഞങ്ങളിന്ന് അവിടെ പോയ ആരെ കാണാൻ? അവർ രണ്ടുപേരും ഓഫീസിൽ പോയി. നിങ്ങൾ ഇനി എന്നാ അവർ ലീവ് എടുക്കാന്ന് പറഞ്ഞു. ആ, അങ്ങനെയാണെങ്കിൽ ഞങ്ങളിപ്പോൾ അമ്പലത്തിൽ പോകുന്നുണ്ട്. എന്നിട്ട് അതുവഴി കറങ്ങി അങ്ങോട്ടും കൂടെ പോയിട്ട് വരാം. അത് മതി. അമ്മയും കൂടെ വരണോ? ഓടാ, നിങ്ങൾ പുതുമോടി പോകുമ്പോഴാണോ ഞാൻ വരുന്നത്? എന്നാ വന്നില്ലെങ്കിൽ വേണ്ട, കുഴപ്പമില്ല. ഒരു ചായ എടുത്താൽ. ശരി, തരാം. ഹലോ അമ്മ. ആ മോനെ. അതെ, അമ്മ വിളിച്ചതേ അവളെ അമ്പലത്തിൽ പോവാൻ നിർബന്ധിക്കണ്ട കേട്ടോ. അല്ല, എന്തു പറ്റി അമ്മ? അവൾക്ക് അമ്പലത്തിൽ വരാൻ എന്തെങ്കിലും പേടിയാണോ? അയ്യോ അതല്ല മോനെ, അതേ അവൾക്ക് പീരീഡ്സിന്റെ ഡേറ്റ് ഒക്കെ ആയിരുന്നു, കല്യാണമൊക്കെ ആയിരുന്നില്ലേ, അപ്പൊ അവള് മരുന്നൊക്കെ കഴിച്ചേക്കുവാ, അതുകൊണ്ടൊരു പേടി, അതാണേ. ഓ, അടുത്തത് ഏതാണ്ട് ഒപ്പിച്ചെന്റെ ദൈവമേ. എന്തോന്ന് പണിയായി കാണിക്കുന്നേ? എന്താ ഇവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും വിളിച്ച് അവിടുത്തെ അമ്മയുടെ അടുത്ത് പറയണ എന്തിനാ? അമ്മ വിളിച്ചാ? അതെന്തോന്ന് ചോദ്യമാണ്? തനിക്കറിയാലോ എന്നെ അമ്മ വിളിക്കുമായിരിക്കും എന്നുള്ളത്. അതിപ്പം എനിക്ക് അമ്പലത്തിൽ കയറാൻ പറ്റൂലായിരുന്നു, അതാ. എന്നാ അത് ഞാൻ ചോദിക്കുമ്പോ എന്നോട് പറഞ്ഞുകൂടെയിരുന്നോ? അത് അമ്മയെ വിളിച്ചിട്ട് പറഞ്ഞ അമ്മ പറഞ്ഞിട്ട് വേണോ ഞാൻ അറിയേണ്ടത്? അതിപ്പോ സന്ദീപിനോട് എങ്ങനെ പറയാ? എൻ്റെ അടുത്ത് എന്താ പറഞ്ഞ? എനിക്കും 2 സഹോദരിമാരുള്ളതല്ലേ. നിങ്ങളുടെ പ്രശ്നങ്ങൾ ഏറെക്കുറെയൊക്കെ എനിക്ക് മനസ്സിലാവും. ഇക്കണക്കിന് എല്ലാം അമ്മ പറഞ്ഞിട്ട് വേണോ ഞാൻ തന്റെ കാര്യങ്ങൾ അറിയണ്ടേ? സന്ദീപ് എന്നോട് ദേഷ്യപ്പെടുകയാണോ? ദേഷ്യപ്പെടുന്ന ഞാൻ വല്ലതൊക്കെ വിളിച്ചു പറയും കേട്ടാ. മോനെ, നീ കൂടെ ഒന്ന് വന്നേ. എന്തിനാടാ ഇങ്ങനെ ഒച്ച വെക്കുന്നത്? പിന്നെ ഒച്ച എടുക്കാതെ എന്തോ നീയും അമ്മ. ഇവിടെ നടക്കണ ഓരോ കാര്യങ്ങളും ഹേമ അവളെ അമ്മയെ വിളിച്ച് പറഞ്ഞു കൊടുക്കണുണ്ട്. അതും കേട്ടോണ്ട് അവരെന്നെ വിളിച്ച് ഓരോന്ന് പറയാൻ നിൽക്കും. മോളെ അങ്ങനെ ചെയ്യരുത്, മോക്ക് ഇതാണ് ഇഷ്ടം, മോക്ക് അതാണ് ഇഷ്ടം. ഇവിടെ 2 പെമ്പിള്ളേരുണ്ടായിരുന്നില്ലേ, നമ്മൾ കെട്ടിച്ചു വിട്ടില്ലേ? അളിയന്മാർക്ക് അമ്മ എപ്പോഴെങ്കിലും ഈ ക്ലാസ് എടുത്ത് കൊടുത്തിട്ടുണ്ടോ? മോനെ പതുക്കെ പറ, അവള് കേട്ട എന്ത് വിചാരിക്കും? ഒറ്റ മോളല്ലേ, അതിന്റെ കരുതലാണ്. എന്തോന്ന് കരുതലമ്മ? കല്യാണം കഴിഞ്ഞ് 1 ദിവസം പോലും ആയില്ല, അതിനിടയ്ക്ക ഇമാതിരിയുള്ള പ്രശ്നങ്ങളൊക്കെ. ആ ദാ അവളമ്മ വിളിക്കുകയാണ്, എന്തെങ്കിലും വിളിച്ച് പറഞ്ഞു കൊടുത്തതാണ്. മോനെ ദേഷ്യപ്പെട്ട് സംസാരിക്കില്ലേ? മോളോട് ഞാൻ എന്തിന് ദേഷ്യപ്പെട്ട് സംസാരിച്ചെന്ന് അറിയാനായിരിക്കും വിളിച്ചത്. മതി അമ്മ, ഇനി കണ്ട് സംസാരിക്കാം. ഞാൻ അങ്ങോട്ടേക്ക് വരാം. അല്ല വേണ്ട, ഞാൻ അങ്ങോട്ട് വന്ന ബന്ധുക്കളൊക്കെ ഉണ്ടാവും. അമ്മ ഇങ്ങോട്ട് വന്നേ. നീ എന്തിനാ അവരോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? അമ്മ, ഇത് ആരും അറിയാതെ പറഞ്ഞു തീർക്കാൻ വേണ്ടിയിട്ടാ.
ഇതൊക്കെ മുളയിലെ നുള്ളിക്കളയണം. എന്ത് പറഞ്ഞാലും ഒരു വിളിച്ചു പറയും. ഞാൻ എന്തോന്ന് കൊച്ചുകുട്ടിയാ? ഇങ്ങോട്ട് വരട്ടെ. എനിക്ക് വേണ്ടി സംസാരിക്കാൻ അച്ഛനില്ല. ആകെ ഉള്ളത് സഹോദരിമാരും അളിയന്മാരുമാണ്. അവരെ ആരും ഈ പ്രശ്നം അറിയിക്കണമെന്ന് ഞാൻ വിചാരിക്കണമില്ല. ഇന്നത്തോടെ ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാവണം. അതിനാ ഞാൻ അമ്മയെ വിളിപ്പിച്ചത്. അല്ല, ഇപ്പൊ അതിന് മാത്രം ഇവിടെ എന്തുണ്ടായി മോനെ? ഞങ്ങൾക്കുള്ള ഒരേ ഒരു മോളാണ്, അതുകൊണ്ട് ഇത്തിരി കൊഞ്ചിച്ചൊക്കെയാ വളർത്തിയത്. അതല്ലാതെ പിന്നെ എനിക്കെന്റെ മോളെ വിളിക്കുമൊക്കെ ഒന്ന് വേണ്ടേ? അതിന് അമ്മ അമ്മയുടെ മോളെ അല്ലല്ലോ വിളിക്കണത്, എന്നെയല്ലേ വിളിച്ച് ഓരോ കാര്യങ്ങൾ പറയണത്. അല്ല, അവളിങ്ങനെ ഓരോന്ന് വിളിച്ച് പറയുമ്പോ പിന്നെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ അതൊക്കെ എന്താണെന്നുള്ളത് ചോദിച്ച് മനസ്സിലാക്കണം. അല്ലാതെ അതും കേട്ടിട്ട് എന്നെ വന്ന് ക്ലാസ് എടുക്കുകയല്ല അമ്മ ചെയ്യേണ്ടത്. അമ്മ ഒന്ന് ആലോചിച്ച് നോക്ക്. ഹേമയുടെ കാര്യങ്ങൾ ഹേമ പറഞ്ഞു വേണോ ഞാൻ അറിയാം, അത് അമ്മ പറഞ്ഞാണോ ഞാൻ അറിയണ്ടേ? അത് ആക്ച്വലി മോനെ അവൾക്ക് ഒന്നും പറയാൻ അറിയില്ല, അതുകൊണ്ടാണ്. അറിഞ്ഞുകൂടെങ്കിൽ അതൊക്കെ പഠിപ്പിച്ചിട്ട് വേണം കല്യാണം കഴിപ്പിക്കാൻ. അല്ലാതെ എന്തുണ്ടെങ്കിലും അമ്മയെ വിളിച്ച് പറ, ബാക്കി കാര്യങ്ങളൊക്കെ അമ്മ നോക്കൂന്നല്ല പറയേണ്ടത്. അല്ല, എന്ന് വെച്ചാൽ അവളിങ്ങനെ വിളിക്കുമ്പോ അതുകൊണ്ടാണ് മോനെ. ഹേമേടമ്മേ, ഞാൻ 2 മക്കളെ കല്യാണം കഴിച്ച് വിട്ടതാണ്. അവര് പുതിയ വീട്ടിൽ ചെല്ലുമ്പോൾ പുതിയ സാഹചര്യത്തിലാണ് ജീവിക്കേണ്ടത്. അല്ലാതെ അവര് വിളിച്ച് വല്ലതും പറയുമ്പോഴേ നമ്മൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കിയാ കൊടുക്കണ്ടേ? അതല്ലേ വേണ്ടത്. അല്ല, പിന്നെ അവളിങ്ങനെ ഓരോന്ന് വിളിച്ച് പറയുമ്പോ അങ്ങനെ വിളിച്ച് പറയുമ്പോഴത്തേക്ക് ഫോൺ എടുക്കാതിരിക്കുക. അവളെ കൊണ്ട് തന്നെ അത് പറയിപ്പിക്കാൻ ശ്രമിക്കണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇന്നലെ ഈ നിമിഷം ഇതുവരെ താലി പോലും കെട്ടിയിട്ടില്ലായിരുന്നു. ഇന്നിപ്പം ഒറ്റ ദിവസം കൊണ്ടുണ്ടായ പ്രശ്നം എന്താണെന്നറിയോ? ഹേമ നല്ല കുട്ടിയാണ്. അവളെ കൊഞ്ചിച്ച് വളർത്തിയതിന്റെ കുറച്ച് കുഴപ്പങ്ങളേ ഉള്ളൂ. അത് നമ്മൾ വിചാരിച്ചാൽ മാറ്റിയെടുക്കാം. മക്കളുടെ കാര്യത്തിൽ മാതാപിതാക്കൾ ഇടപെട്ടിട്ടേ എത്രയോ കുടുംബങ്ങൾ തകർന്നു പോയിരിക്കുന്നു. അയ്യോ, ഞാൻ അത്രയ്ക്കൊന്നും വിചാരിച്ചിട്ടില്ല. പിന്നെ എൻ്റെ അടുത്തുനിന്ന് ആദ്യമായിട്ടാണേ അവള് മാറി നിൽക്കുന്നത്, അതുകൊണ്ടാണ്. അമ്മ ഇവിടെ വിളിപ്പിച്ചതിൽ എനിക്കും വിഷമമുണ്ട്. പക്ഷെ ഈ കാര്യങ്ങളൊന്നും പറഞ്ഞ് ക്ലിയർ ആയില്ലെങ്കിൽ ഇതൊക്കെ വീണ്ടും പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ഇതെല്ലാം ഒരു ശീലമായി മാറും. അവസാനം അത് മാറ്റാൻ ഭയങ്കര പാടാ. ഹേമയുടെ കൂടി പറയാണ്, നിനക്ക് നിന്റെ അമ്മയെ വിളിക്കാം, അതിലൊന്നും ഇവിടെ ആർക്കും ഒരു പ്രശ്നവുമില്ല. പക്ഷെ ഇവിടുത്തെ പരാതി വിളിച്ച് പറയാനാവില്ല. മോടെ എല്ലാ പരാതികളും തീർത്തു തരാനുള്ള ആളാ സന്ദീപ്. അവൻ തീർത്തു തന്നല്ലേ മോളെ എന്നോട് പറയേ, അമ്മ തീർത്തു തരാ. സത്യം പറഞ്ഞ ഇപ്പോഴാ എൻ്റെ മനസ്സൊന്ന് അറിഞ്ഞത്. സന്തോഷായി. ഞങ്ങൾ വളരെ ഭാഗ്യമുള്ളവരാണ്. എൻ്റെ മോളെ ഇങ്ങനെ ഒരു കുടുംബത്തിലാണല്ലോ ഞാൻ കെട്ടിച്ചു വിട്ടത്. അമ്മ ഇതൊക്കെ ഒന്ന് പറഞ്ഞ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അമ്മ ഒന്ന് ഇങ്ങോട്ട് വിളിപ്പിച്ചത്. അമ്മേനെ പെട്ടെന്ന് ഇവിടെ കണ്ടപ്പോൾ ഞാൻ പേടിച്ചു. വീട്ടിലെന്തോ ഇഷ്യൂ ഉണ്ടെന്ന് വിചാരിച്ചു. ഇപ്പൊ മാറിയോ മോളുടെ പേടിയൊക്കെ? അമ്മയുടെ പേടി ഇപ്പൊ മാറിയോ? എനിക്ക് ഭയങ്കര മനസ്സമാധാനായി. ഹലോ, ആ ഞാനേ ഹേമയുടെ വീട് വരെ ഒന്ന് വന്നതാ. അവൾക്ക് എന്നെ പെട്ടെന്ന് കാണണമെന്ന് പറഞ്ഞു, അതുകൊണ്ട് ഓടി വന്നതാ. പറയാൻ പറ്റിയില്ല. അതെ, ഇറങ്ങുക. ശരി ശരി. അല്ല, വീട്ടിൽ നിന്നേ ഞാൻ പെട്ടെന്ന് ഇങ്ങ് ഇറങ്ങി പോയെന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു ഇങ്ങോട്ട് വരികയാണെന്നേ. അമ്മയെ നല്ലോണം കണ്ടോ? ഇനി രാത്രി കിടന്ന് എനിക്ക് അമ്മയെ കാണണം, പേടിയാവണമെന്നൊന്നും പറഞ്ഞാളല്ലേ. ഓ, എനിക്കിപ്പോഴാ ഒന്ന് സമാധാനമായത്.